ഗൈസ് ഇത് ഇൻ്റർസെപ്റ്റർ 650 ആണ്. ഈ ഒരു സൊനാപ്പ് കണ്ട നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സാധനം, ഈ ഒരു സാധനം മാറാൻ എന്തോരം പണിയെടുക്കണമെന്ന് നിങ്ങൾക്കറിയാമോ? ഇതും ബ്രേക്ക് പേഡും കൂടെ ഇന്നലെ മാറിയായിരുന്നു. അപ്പം ജസ്റ്റ് ഇത് മാറണത് എങ്ങനെയാണ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇവിടുത്തെ 2 പിന്ന് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക് പേഡ് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ആ ഒരു തീർന്ന ബ്രേക്ക് പേഡ്. ഇത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കതിനകത്ത് പുതിയ ബ്രേക്ക് പേഡ് ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മുടെ ബ്രേക്കിൻ്റെ പരിപാടി കഴിയും. പക്ഷേ മറ്റേ സൊനാപ്പ് ഊരാനാണ് ഒടുക്കത്തെ സമയം എടുക്കുന്നത്, ഒടുക്കത്തെ പണിയെടുക്കേണ്ടി വരുന്നതും. ബ്രേക്ക് പേഡിന് 2000 രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ ആ ഒരു റിയർ സൈഡിൻ്റെ ബ്രേക്ക് പേഡിൻ്റെ വില എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വില തന്നെയാണ്. സാധാരണ ഒരു 350 വണ്ടിക്കൊക്കെ ഒരു 300-400 രൂപയ്ക്കകത്തേ ആവുള്ളൂ. ഇതിന് 2000 രൂപയ്ക്കോ മുകളിലാണ് ഇതിൻ്റെ ആ ഒരു ബ്രേക്ക് പേഡിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ മാറിയല്ലേ പറ്റുള്ളൂ. ബ്രേക്കിൻ്റെ ലിവർ മാറാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഒരു ഗാർഡുണ്ട്, ആ ഗാർഡ് രണ്ടും റിമൂവ് ചെയ്യണം. അതിനുശേഷം ഫുഡ് റെസ്റ്റിൽ ഘടിപ്പിച്ച് വെച്ചേക്കുന്ന ആ ഒരു ബ്രേക്ക് ലിവറിൻ്റെ നട്ടിനെ റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ ഒരു സ്പ്രിങ് കൂടെ വരും. അതായത് ആ ഒരു തിരിച്ചു വരാനായിട്ടുള്ള ആ ഒരു ആക്ഷൻ ഇല്ലേ, അതിന് വേണ്ടിയാണ് അവിടെ സ്പ്രിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പ്രിങ്ങിനെ റിമൂവ് ചെയ്ത് ആ ഒരു നട്ടിനെ റിമൂവ് ചെയ്തിട്ട് വീണ്ടും അവിടെ ഒരു ക്ലിപ്പുണ്ട് ഗൈസ്. ആ ക്ലിപ്പിനെ നമ്മൾ വലിച്ചൂരണം. എന്നാലേ നമുക്ക് അതിൽ നിന്നും ഈ ഒരു സാധനം വിട്ട് വരത്തുള്ളൂ. ഒരു 650cc പോണ സമയത്ത് എന്തെല്ലാം പരിപാടികളാണ് അവന്മാർ അതിൽ കാണിച്ചു വെച്ചേക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുന്നത്. അതിനുശേഷം നമ്മൾ പുതിയ നമ്മുടെ ആ ഒരു ബ്രേക്കിൻ്റെ ലിവർ, ആ ഒരു പെഡൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതെടുത്ത് അവിടെ വെക്കുക. ആ ഒരു പിന്നിനെ നമ്മൾ അതിൽ ലോക്ക് ചെയ്യുക. ഈ ഒരു സാധനം ഷോറൂമിലൊന്നും നമുക്ക് കിട്ടാനില്ല. അവസാനം നമ്മുടെ അട്ടക്കുളങ്ങരയുള്ള ശുഭ എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ പഴയ മുതൽ പുതിയവരായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ആ ഷോപ്പിൽ നിന്നാണ് നമ്മൾ പോയി സാധനം മേടിച്ചുകൊണ്ട് ഇങ്ങ് വന്നത്. ഷോറൂമിൽ പോലും സ്പെയർ കിട്ടാത്തൊരവസ്ഥയിൽ നമ്മൾ ഈ വണ്ടി കൊണ്ട് നടക്കണ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ പിറകെ തന്നെ ഓടണം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ പണിയെടുക്കുന്ന പയ്യൻ കിട്ടിലുമായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് പണി ചെയ്യുന്നത്. കാരണം ഗ്രീസൊക്കെ ഇട്ട് ആ ഒരു സ്പ്രിങ്ങൊക്കെ കറക്റ്റിന് നമ്മളിപ്പം എങ്ങനെ ഊരിയെടുത്തോ അതുപോലെ മിച്ചം വരാത്ത രീതിക്ക് സാധനം ആശായി തിരിച്ച് അതുപോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ഒരു ടൂൾ എടുത്തിട്ടൊരു നട്ട് സ്ലിപ്പാവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി ആളുടെ കയ്യിൽ നിന്ന് നടക്കണില്ല. ഞാൻ അത്രയും മീൻസ് ഒരു ഷോറൂം ലെവലിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ വെച്ച് ഒരു പണി ചെയ്ത് കാണിച്ചു തരുമ്പോൾ സത്യം പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ പണിക്കൂലി കാര്യങ്ങളൊന്നും ഞാനിപ്പം പറയുന്നില്ല, ഓരോരുത്തരും ഓരോ റേറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിന് എത്രയാവും ഇത് മാറാനായിട്ടുള്ള പണിക്കൂലി എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്താൽ മതി ഗൈസ്. തിരിച്ച് അത് ടൈറ്റ് ചെയ്ത ഫുഡ് പെഡൽ ടൈറ്റ് ചെയ്തതിനു ശേഷം ആ ഒരു നമ്മുടെ ഗാർഡ് വെക്കാനായിട്ടുള്ള ഒരു സാധനം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം വണ്ടി കൊണ്ട് വെച്ച് ഒരു 15 മിനിറ്റിനകത്ത് വെച്ച് തന്നെ ആൾ പണി തുടങ്ങിയിട്ടുണ്ട്. ആ 15 മിനിറ്റിനകത്ത് പണി തുടങ്ങിയ സമയത്ത് തന്നെ ബ്രേക്ക് പാഡ് ആദ്യം റിലീസ് ചെയ്തു. പഴയ ബ്രേക്ക് പാഡിനെ ഊരി അവിടെ വെച്ചു. അതിനുശേഷം ഈ ഒരു സംഭവം റിലീസ് ചെയ്തിട്ട് അതിനകത്ത് പുതിയ നമ്മുടെ ലിവർ എടുത്ത് വെക്കുന്നു. അതും ഒരു 10-15 മിനിറ്റിനകത്ത് വെച്ച് പരിപാടി കഴിയുന്നു. ആ പരിപാടി കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ ആ ഒരു ഗാർഡ് ടൈറ്റ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ആശാൻ ചെയ്യുന്നത്. ആ ഒരു ടൂള് വെച്ച് അത് റിലീസ് ചെയ്യാനാണെങ്കിലും അത് ടൈറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ആശാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പുതിയ ബ്രേക്ക് പാഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോണത് ഗൈസ്. നമ്മളാദ്യം ഒരു 15 മിനിറ്റ് എന്തുകൊണ്ട് വെറുതെ വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസ്ക്, അതായത് വണ്ടി ഓടി വന്നില്ല, ആ ഡിസ്കിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഒന്ന് 15 മിനിറ്റ് വെയിറ്റ് ചെയ്തത്. പിന്നെ മഴയും കാര്യങ്ങളായതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ വണ്ടി തണുത്തിട്ടുമുണ്ട്. ഇതുപോലെ ബ്രേക്ക് പാഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു 2 ക്ലിപ്പ് എടുത്ത് ആ ഒരു ഇതിനെ ലോക്കാക്കി വെച്ചിട്ടുണ്ട്. ഈ പരിപാടി അവിടെ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഏകദേശം ഒരു 10-20 മിനിറ്റിനകത്ത് വെച്ച് തന്നെ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടിയൊക്കെ നല്ല കിടിലുമായിട്ട് ആശാൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ ഇതൊക്കെ മാറാനായിട്ട് എത്രയായിരിക്കും പണിക്കൂലി എന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അറിയാമെങ്കിൽ ബ്രേക്ക് പേഡ് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്, ഇതും പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മേജർ പരിപാടി ഓയിൽ മാർക്കും അതെല്ലാം ഷോറൂം തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു സാധനം ഷോറൂമിൽ ഇല്ലാത്ത പക്ഷവും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് അവർ മാറി തരാത്ത പക്ഷവും നമ്മൾ വെളിയിൽ നിന്ന് മാറേണ്ടി വന്നതാണ്. പിന്നെ ഈ ഒരു സാധനം ഇതിൻ്റെ കൂടെ കിട്ടത്തില്ല. ഇത് 20 രൂപയേ ഉള്ളൂ. ഇത് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചിട്ടാണ്. മറ്റേത് 100 ഇടാന്ന് വെച്ചപ്പം അത് കീറിപ്പോയതാണ്. 20 രൂപയ്ക്ക് ഈ ഒരു സാധനവും നമുക്ക് കിട്ടുന്നതാണ്. സോ ട്രിവാൻഡ്രത്ത് ശുഭയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ അവിടെ പോയി വാങ്ങിക്കാം. നിങ്ങൾ പുറത്തുനിന്ന് പണി ചെയ്യുമ്പോൾ എത്ര രൂപ നിങ്ങൾക്ക് ആവുന്നു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാമല്ലോ എത്ര ആവും എന്നുള്ളത്. ഓക്കെ, അപ്പം ജസ്റ്റ് ഇതൊന്ന് നിങ്ങളുടെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് വീഡിയോ ചെയ്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ലൈഫ് സ്റ്റൈൽ പരമായിട്ടുള്ള എല്ലാ കണ്ടൻറ്റും ഇതിനകത്ത് വരുന്നതായിരിക്കും. ഓക്കെ.